Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT റേഡിയോളജി ചാപ്റ്ററിലെ CT കമ്പ്യൂട്ടഡ് ടോമോഗ്രഫിയിലെ അബ്ഡമൻ ആൻഡ് പെൽവിസ് എന്ന് വരുന്ന സെക്ഷനിലെ കോഡുകൾ എങ്ങനെയാണ് പിക്ക് ചെയ്യുക എന്ന് നോക്കാം. First of all, what is computed tomography? CT എന്ന് പറയുന്നത് is a technique, imaging technique that uses X-ray technology and computer processing to generate ഡീറ്റെയിൽഡ് ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് ദി ബോഡി. അതായത് നമ്മുടെ എക്സ്റേ എടുക്കുന്നതിൽ നിന്ന് സി ടിയുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്റേ നമുക്ക് എക്സ്റേ ഫിലിമിലാണ് കിട്ടുക. ബട്ട് സി ടി ആവുമ്പോൾ ഈ ഒരു ഇമേജിങ് നമ്മുടെ ബോഡിയുടെ എക്സ്റേ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുക. ബട്ട് ഈ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഇമേജിനെ വ്യൂ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് കോഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊരു കമ്പ്യൂട്ടർ ടോമോഗ്രഫി ചെയ്യുമ്പോൾ അവിടെ വിത്ത് കോൺട്രാസ്റ്റ്, വിത്തൗട്ട് കോൺട്രാസ്റ്റ്, വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ഇങ്ങനെ 3 ടൈപ്പിൽ കോഡുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വിത്ത് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് എ സി ടി വിത്ത് കോൺട്രാസ്റ്റ് ഇൻവോൾവ്സ് യൂസിങ് എ കോൺട്രാസ്റ്റ് ഡൈ to enhance the visibility of certain tissues or blood vessels in the body during a CT scan. It helps highlight specific areas for clearer imaging and diagnosis. ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൈ നമ്മുടെ ഏത് പാർട്ടാണോ എക്സാമിൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡൈ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണ് സി ടി ചെയ്യുന്നതെങ്കിൽ, ഇമേജിങ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ നെക്സ്റ്റ് ടേമാണ് വിത്തൗട്ട് കോൺട്രാസ്റ്റ്. ഇതിലെന്താണ്? doesn't involve the use of a contrast dye. It provides detailed images of internal organs, bones, soft tissues and blood vessels without the enhancement that contrast dye provides. It's useful for certain types of scans and when contrast isn't necessary for the diagnosis. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഈ കോൺട്രാസ്റ്റ് ആവശ്യമായിട്ട് വരില്ല, അല്ലെങ്കിൽ ഒരു ഡൈ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയനെ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ട അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും ഇല്ലാത്ത ഡയഗ്നോസിസുകളിൽ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് വിത്തൗട്ട് കോൺട്രാസ്റ്റ്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് കോഡ് എന്ന് പറയുന്നത് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ്. ഇതിൽ പറയുന്നത് ഇൻവോൾവ്സ് ബോത്ത് ഫേസസ് ഡ്യൂറിങ് ദി ഇമേജിംഗ് പ്രോസസ്. ദ വിത്ത് കോൺട്രാസ്റ്റ് ഫേസ് ഇൻക്ലൂഡ്സ് ദ യൂസിങ് a contrast dye to highlight specific areas for clearer imaging, while the without contrast phase captures detailed images without the enhancement of contrast dye. This combination allows for a comprehensive evaluation of different tissues and structures in the body. അതായത് ചില ടൈമിൽ ഒരു കംപ്ലീറ്റ് എക്സാമിനേഷനൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ആദ്യം ഒന്ന് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വിത്ത് കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കി, അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡൈ അഡ്മിനിസ്റ്റർ ചെയ്ത് കുറച്ച് ഏരിയനെ ഹൈലൈറ്റ് ചെയ്ത് നോക്കിയും ഹൈലൈറ്റ് ചെയ്യാതെയൊക്കെ നോക്കുന്നതൊക്കെയാണ് വിത്ത് ആൻഡ് വിത്തൗട്ടിൽ വരുന്നത്. അതല്ലാതെയും ചില ടൈമുകളിൽ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഒരു വിത്തൗട്ട് കോൺട്രാസ്റ്റ് സ്റ്റഡി ചെയ്തു, ഇമേജിങ് എടുത്തു, പക്ഷെ അതിൽ അത്ര ക്ലിയർ ആയില്ല, നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷനിൽ സെയിം ഡേയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി സി ടി എടുക്കുകയാണ്. പക്ഷെ അതൊരു കോൺട്രാസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണ്, ഒരു ഡൈ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെ കോഡ് തന്നെയാണ് എടുക്കുക. അതായത് ആദ്യം ഒരു സി ടി എടുത്ത് നോക്കി, അതിൽ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ് ചെയ്ത് നോക്കിയത്, പക്ഷെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് വിത്ത് കോൺട്രാസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെ കോഡാണ് കൊടുക്കുക. അതല്ലാതെ നമ്മൾ ഒന്ന് വിത്ത് കോൺട്രാസ്റ്റ് ആദ്യം ഒന്ന് കോഡ് ചെയ്തു, പിന്നെ വിത്തൗട്ട് കോൺട്രാസ്റ്റ് രണ്ടാമത് കോഡ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ കോഡിൽ നമുക്കിത് രണ്ടും കൂടി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ വിത്ത് കോൺട്രാസ്റ്റ് ആണോ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണോ എന്ന് കൺസിഡർ ചെയ്യുക. അതായത് ചില പെർട്ടിക്കുലർ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മളതിനെ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഡൈ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഓറൽ ഓർ റെക്റ്റൽ റൂട്ടൊക്കെ ആണെങ്കിൽ നമ്മളത് വിത്തൗട്ട് കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റേഡിയോളജി ചാപ്റ്റർ ഫസ്റ്റ് പേജിൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നതാണ്.
അതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദ ഫ്രേസ് വിത്ത് കോൺട്രാസ്റ്റ് യൂസ്ഡ് ഇൻ ദ കോഡ്സ് ഫോർ പ്രൊസീജിയേഴ്സ് പെർഫോംഡ് യൂസിംഗ് കോൺട്രാസ്റ്റ് ഫോർ ഇമേജിംഗ് എൻഹാൻസ്മെൻറ്റ് റെപ്രസെൻറ്റ്സ് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ അഡ്മിനിസ്റ്റേർഡ് ഇൻട്രാവാസ്കുലാർലി ഇൻട്രാ ആർട്ടിക്കുലർലി ഓർ ഇൻട്രാതീക്കലി ആണ് പറയുന്നത്. അതായത് നമ്മൾ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഡൈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഇൻട്രാവാസ്കുലർലി, അതായത് ബ്ലഡ് വെസൽസ് വഴിയോ, ഇൻട്രാ ആർട്ടിക്കുലർലി എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് വഴിയോ, അല്ലെങ്കിൽ ഇൻട്രാതീക്കലി എന്ന് പറഞ്ഞാൽ സ്പൈൻ വഴിയൊക്കെ കോൺട്രാസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതല്ലാതെ നെക്സ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോൺട്രാസ്റ്റ് മെറ്റീരിയലിൻ്റെ തന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓറൽ ആൻഡ് ഓർ റെക്ടൽ കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എലോൺ ഡസ് നോട്ട് ക്വാളിഫൈ ആസ് എ സ്റ്റഡി വിത്ത് കോൺട്രാസ്റ്റ്. അതായത് ഡൈ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഓറൽ അല്ലെങ്കിൽ റെക്ടൽ റൂട്ടാണെങ്കിൽ അതിനെ നമ്മൾ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓറലി അല്ലെങ്കിൽ റെക്ടൽ റൂട്ട് വഴിയാണ് കോൺട്രാസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ വിത്തൗട്ട് കോൺട്രാസ്റ്റ് എന്നാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് CT കേസിൽ മാത്രമല്ല, ഏത് ഇമേജിംഗ് ടെക്നിക്ക് ആണെങ്കിലും അതിൽ വിത്ത് കോൺട്രാസ്റ്റ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോഡുകൾ കാണുകയാണെങ്കിൽ അവിടെ എല്ലാം ഈ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ടും വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നമ്മളിപ്പം CT മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു CT ഓഫ് അബ്ഡമനും പെൽവിസും രണ്ട് ഡിഫറെൻ്റ് ഏരിയാസിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പെൽവിസിന് മാത്രം CT ചെയ്യുമ്പോഴും അബ്ഡമനിൽ മാത്രം CT ചെയ്യുമ്പോഴും അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കമ്പൈൻ ചെയ്തിട്ടും, അതായത് CT ഓഫ് അബ്ഡമനും CT ഓഫ് പെൽവിസും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു കോമ്പിനേഷനായിട്ട് വരുന്ന കോഡുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഡുകൾ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓരോ കോഡുകളുടെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ, ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ടേബിൾ തന്നെയാണ്, കോഡ് നമ്പർ 74175-ൻ്റെയും 176-ൻ്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കറക്റ്റായിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും കോഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ CT ഓഫ് അബ്ഡമൻ നമുക്കറിയാം, CT ചെയ്യുന്നതെങ്കിൽ വിത്ത് കോൺട്രാസ്റ്റും ചെയ്യും, വിത്തൗട്ട് കോൺട്രാസ്റ്റും ചെയ്യും, വിത്തൗട്ട് ആൻഡ് വിത്ത് കോൺട്രാസ്റ്റും ചെയ്യും. അപ്പോൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് 74150 എന്ന് പറയുന്നത് നിങ്ങൾ ടോപ്പ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ കാണാം, CT അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ്. 74160 CT അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റ് ആണ്. 74170 CT അബ്ഡമൻ വിത്തൗട്ട് ആൻഡ് വിത്ത് കോൺട്രാസ്റ്റ് ആണ്. ഇനി CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണെങ്കിൽ 72192, CT ഓഫ് പെൽവിസ് വിത്ത് കോൺട്രാസ്റ്റ് ആണെങ്കിൽ 72193, പിന്നെ 72194 എന്ന് പറഞ്ഞാൽ CT പെൽവിസ് വിത്തൗട്ട് ആൻഡ് വിത്ത് കോൺട്രാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എലോൺ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള കോഡുകൾ. അതായത് അബ്ഡമനിന് മാത്രം CT എടുക്കുമ്പോൾ വിത്തൗട്ട്, വിത്ത് ആൻഡ് വിത്തൗട്ടിൻ്റെ കോഡുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്കുള്ളത് പെൽവിസിൻ്റെ മാത്രം CT എടുക്കുമ്പോഴുള്ള കോഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില സിറ്റുവേഷൻസിൽ നമുക്ക് CT ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസ് ഒരുമിച്ച് ചെയ്തതായിട്ട് പറയും. അപ്പോൾ നമ്മൾ ആദ്യം CT ഓഫ് അബ്ഡമൻ കോഡ് ചെയ്ത് പിന്നെ CT ഓഫ് പെൽവിസ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെർട്ടിക്കുലർ കോഡുകളുണ്ട്, അതായത് കോമ്പിനേഷൻ വരുന്ന കോഡുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരൊറ്റ കോഡിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ CT ഓഫ് അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ് ഈ ഒരു സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് വൺ. അപ്പം നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, CT ഓഫ് അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റും CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട കോഡ് 74176 ആയിരിക്കും. അതായത് CT ഓഫ് അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെ നേരെ CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെ നേരെയുള്ള എവിടെയാണോ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു കോഡാണ് നമ്മൾ എടുക്കുക, 74176. ഇനി 74176-ൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. CT അബ്ഡമൻ ആൻഡ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ആണ്. ഇനി നമ്മളോട് CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റും CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റും പറയുകയാണെങ്കിൽ നമ്മൾ 74178 ആണ് എടുക്കുക. ദാറ്റ് ഇസ് CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റും CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റും ആണ്.
അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് 74178 പറയാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് CT വിത്തൗട്ട് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഇൻ വൺ ഓർ ബോത്ത് ബോഡി റീജിയൻസ് ഫോളോഡ് ബൈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഫർദർ സെക്ഷൻസ് ഇൻ വൺ ഓർ ബോത്ത് ബോഡി റീജിയൻസ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതിന് പകരം ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോഡിലേക്ക് എത്താവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇങ്ങനെയൊന്നും എല്ലാ ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ സിമ്പിളായിട്ട് എങ്ങനെ കോഡ് എടുക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് 74160 മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റ് ആണ്. ഇനി നമ്മളോട് CT ഓഫ് പെൽവിസ് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് പറയാണ്. അതായത് ഇപ്പം ആദ്യം CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ചെയ്തു, എന്നിട്ട് പിന്നെ വിത്ത് കോൺട്രാസ്റ്റ് സെയിം ഡേയിൽ ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെ കോഡായിട്ടുള്ള 72194 ആണ് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ഒന്ന് കോഡ് ചെയ്തു, CT ഓഫ് പെൽവിസ് വിത്ത് കോൺട്രാസ്റ്റ് അടുത്ത കോഡ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. രണ്ടിനും കൂടി ഒരൊറ്റ കോഡ് ഉണ്ടാവും, അതായത് 72194 എന്നുള്ള കോഡ്. ആ കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഇനി നമ്മളോട് CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റ് ആൻഡ് CT ഓഫ് പെൽവിസ് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ടേബിളിൽ വന്ന് നോക്കുക, CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റ് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ അത് 74160 എന്ന് പറയുന്ന ആ കോഡിൻ്റെ ആ ഒരു കോളത്തിലാണ് വരിക. പിന്നെ നമ്മൾ നോക്കേണ്ടത് CT ഓഫ് പെൽവിസ് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് എവിടെയാണെന്ന് നോക്കുക. അത് 72194 കിടക്കുന്നത്. ഈ രണ്ട് കോളംസും ജോയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. അത് 74178 എന്നുള്ള കോഡിലാണ് ജോയിനിങ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുകളിൽ നിന്ന് നോക്കുക, സൈഡിൽ നിന്ന് നോക്കുക. അപ്പോൾ എവിടെയാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുക? 74178 അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണ്ടത്, ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റും CT ഓഫ് പെൽവിസ് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 74178 റിപ്പോർട്ട് ചെയ്താൽ ഈ 3 കണ്ടീഷൻസും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് CT ഓഫ് അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റും CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റും ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് കോളം ഏതാണെന്ന് നോക്കുക. അപ്പോൾ CT ഓഫ് അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെയും CT ഓഫ് പെൽവിസ് വിത്തൗട്ട് കോൺട്രാസ്റ്റിൻ്റെ നേരെ വരുന്ന കോഡ് 74176 ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ വരെ 74176 ആയിരിക്കും. ഇനി CT ഓഫ് അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റ് ആൻഡ് CT ഓഫ് പെൽവിസ് വിത്ത് കോൺട്രാസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ നേരെ വരുന്നത് ഏതാണെന്ന് നോക്കുക. ദാറ്റ് ഇസ് 74177 ആണ് വരിക. അതായത് ബോത്ത് വിത്ത് കോൺട്രാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്.